സ്വാദിഷ്ടമായ ആലു പരോട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് ഗോതമ്പ് മാവ്, അതിലേക്ക് അല്പം പഞ്ചസാര, കുറച്ച് ഉപ്പ്, വെള്ളവും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് അല്പം എണ്ണ കൂടി ചേർത്ത് കുഴയ്ക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അതിനുശേഷം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നീട് ഒരു പാനിലേക്ക് അല്പം എണ്ണയൊഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കുക. ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതോടൊപ്പം അതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർക്കാം. ഇവയെല്ലാം വഴറ്റിയതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. കൂടെ ഉപ്പ് കൂടി ചേർക്കണം. അതിനുശേഷം പ്രധാന ഇൻഗ്രീഡിയൻസായ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇതിലേക്ക് ചേർക്കുക. ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കൂടെ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാല കൂടി ചേർക്കുക. കൂടെ ചാട്ട് മസാല കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കറിവേപ്പില കൂടി ഇടുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഗോതമ്പിൽ നിന്നും ഓരോ ഉരുളകളെടുത്ത് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തി എടുക്കുക. ഈ പരത്തിയതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഉരുളകളായി ഇതിലേക്ക് വെക്കുക. ശേഷം വീണ്ടും അതിനെ കവറപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് വീണ്ടും ഒന്നുകൂടി പരത്തുക. പരത്തുമ്പോൾ ആ മസാല ഫില്ലിങ്ങായി നിൽക്കാൻ തന്നെ ശ്രദ്ധിച്ചു. ശേഷം ചൂടായ പാനിലേക്ക് ഈ ആലു പൊറോട്ട ഇടാവുന്നതാണ്. ഒരു സൈഡ് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിടാവുന്നതാണ്. ആ സൈഡ് മൂത്തതിന് ശേഷം നമുക്ക് അത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോ ചപ്പാത്തിയും ഇങ്ങനെ ചെയ്യുക. അങ്ങനെ സ്വാദിഷ്ടമായ ആലു പരോട്ട തയ്യാറായി.